യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 9-ാം അധ്യായത്തിലെ 1 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഓശാന ഞായറാഴ്ചയുടെ തലേ ഞായറാഴ്ച, വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഹൃദയപരമാർത്ഥതയോടെ നമ്മളെ തന്നെ ഈശോയുടെ പീഡാനുഭവ യാത്രയോട്, രക്ഷാകര ദൗത്യത്തോട് നമ്മെ ചേർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൂടെ അവിടുന്ന് നൽകുകയാണ്. മനുഷ്യപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് സന്തോഷത്തോടെ സുഖത്തോടെ അടിച്ചുപൊളിച്ച് ജീവിക്കാനല്ല, ഈ ജനതയുടെ വിമോചനത്തിന് വേണ്ടിയിട്ട് കാൽവരി നെറുകയിൽ അർപ്പിക്കപ്പെടേണ്ടവനാണെന്നും ആ ബലിയർപ്പണത്തിലൂടെ അനേകരെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി ഉയർത്തുക എന്ന നിയോഗത്തോടെയാണ് അവൻ വന്നത് എന്നും, ജനിച്ചു വീണ നാൾ മുതൽ എന്ന് മരണം തൻ്റെ മുമ്പിൽ ആഗതമാകുമെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് മരണത്തിൻ്റെ ഡേറ്റ് കുറിച്ചുകൊണ്ടുള്ള ഈശോയുടെ യാത്രയുടെ പരിസമാപ്തിയിലേക്ക് നമ്മൾ എത്തുകയാണ്. പാടുപീഡകൾ സഹിച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെടാൻ യഹൂദര് തന്നെ ഒറ്റിക്കൊടുക്കാനും വധിക്കാനും പദ്ധതിയിട്ടിരിക്കുന്നു എന്നൊക്കെ കൃത്യമായി തിരിച്ചറിഞ്ഞ, അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് എന്ന് ബോധ്യപ്പെടുന്ന ഈശോ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അവസാന വിനാഴികയിലേക്കുള്ള യാത്ര. തമ്പുരാന് വളരെ നൊമ്പരത്തോടുകൂടി, ആത്മവ്യഥയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തികച്ചും ബാലിശമായ മാനുഷികമായ ഭാഷയിൽ പ്രതികരിക്കുന്ന ഒരു പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. പത്രോസ് ഈശോയുടെ മുമ്പിൽ തടസ്സവാദങ്ങൾ ഉന്നയിക്കുക. അവിടെയാണ് പരസ്യ ഒരു ശാസന ഈശോ നൽകുക: സാത്താനെ, നീ എൻ്റെ പിന്നിൽ പോവുക. അവനെ ക്രിസ്തുമാർഗത്തിൻ്റെ സഹന വഴികളുടെ അർത്ഥം എന്താണ് എന്ന് ഒരുപക്ഷെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ക്രിസ്തുവിനോടുള്ള അദമ്യമായ സ്നേഹത്തിൻ്റെ ആവർത്തിച്ചുള്ള പുലമ്പലായിട്ട് മാറുകയാണ് പത്രോസിൻ്റെ നൊമ്പരങ്ങൾ. കൃത്യമായ ഭാഷയിൽ ഈശോ പറഞ്ഞു: എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം. സഹനങ്ങളില്ലാത്ത ക്രൈസ്തവ ജീവിതമില്ല. സഹനങ്ങളിലാണ് അവിടുന്ന് നമ്മെ പടുത്തുയർത്തുക. രക്തസാക്ഷിയുടെ ചുടുനിണത്തിൽ പടുത്തുയർത്തപ്പെട്ടതാണ് അവൻ്റെ സഭയെന്നുള്ള തിരിച്ചറിവ് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. ചെറുതും വലുതുമായ നൊമ്പരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവയെ കൈനീട്ടി സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്ക് സ്വന്തമാവുക അനിവാര്യമാണ്. ഇന്ന് പലപ്പോഴും നാം ചെയ്യുന്നത് നമ്മുടെ നൊമ്പരങ്ങളെയും വേദനകളെയും നമ്മിൽ നിന്ന് അകറ്റുക എന്നതാണ്. സഹന വഴികൾ ക്രിസ്ത്യാനിക്ക് വേണ്ട എന്ന് നമ്മൾ ഉറപ്പിച്ചു. നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ഓടുന്നതും ഉടമ്പടി കൂടാരങ്ങളിലേക്ക് പോകുന്നതും നൊവേനകളിൽ പങ്കെടുക്കാൻ വേണ്ടി വ്യഗ്രത കാട്ടുന്നതുമെല്ലാം ഒറ്റ ലക്ഷ്യത്തിലാണ്: ഇന്ന് ഞാൻ ചുമക്കുന്നു എന്ന് കരുതുന്ന എൻ്റെ കുരിശുകളൊക്കെ എന്നിൽ നിന്ന് മാറ്റിക്കളയണം. നിന്റെ നൊമ്പരങ്ങളും ആകുലതകളുമൊക്കെ അവൻ്റെ പാദാന്തികത്തിൽ ഇറക്കി വയ്ക്കണമെന്ന് പത്രോസ്ലിഹ നമ്മളെ ഓർമ്മിപ്പിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാനല്ല നമ്മൾ പരിശ്രമിക്കുന്നത്. നമ്മുടെ കുരിശുകളൊക്കെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. ഫ്രീ ഹാൻഡ്സായിട്ട് നടക്കണം. നമുക്ക് നൊമ്പരങ്ങൾ സഹിക്കാൻ നമുക്ക് മനസ്സില്ല. വേദനകൾ ഉൾക്കൊള്ളാൻ നമുക്ക് സമയമില്ല, താല്പര്യമില്ല. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ തമ്പുരാൻ കർത്താവിൻ്റെ ഓരോ ഓർമ്മപ്പെടുത്തലും നമുക്ക് കൃത്യതയോടെ മനസ്സിലാക്കേണ്ടിയിരിക്കുക. നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നിനക്ക് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം? എല്ലാം നഷ്ടപ്പെട്ടിട്ട് എല്ലാം ഉള്ളവനാണ് എന്ന് ഭാവിച്ച് നീ നടന്നാൽ അത് നിനക്ക് രക്ഷാകരമാകില്ല എന്ന് കൃത്യതയോടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ ലോകം മുഴുവനും നേടിയെടുക്കുമ്പോൾ
എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള വ്യഗ്രതയോടെ ഞാൻ ഓടുമ്പോൾ എൻ്റെ സഹന വഴികൾ ഞാൻ മറന്നുപോയാൽ, വന്ന വഴികൾ മറക്കാത്തവനായിരിക്കണം ക്രിസ്ത്യാനി എന്നുള്ള ഈ ഓർമ്മപ്പെടുത്തൽ എത്രയോ ചടുലമായ ഭാവത്തോടെയാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സംഭവിക്കപ്പെടുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് സഹന വഴികളിലൂടെയുള്ള ഒരു യാത്രയാണ്. വേദനകളും നൊമ്പരങ്ങളുമൊക്കെ ഈ വഴിയിൽ നമ്മെ അനുധാവനം ചെയ്യുക തന്നെ ചെയ്യും. അവയിൽ നിന്നൊരു മാറ്റം, അവയിൽ നിന്നൊരു വിടുതൽ, അവയിൽ നിന്നൊരു മാറി നിൽക്കൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അസാധ്യമാണ്, അല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കാത്തതാണ്. നമ്മുടെ നൊമ്പരങ്ങളും ക്ലേശങ്ങളുമൊക്കെ സഹിക്കാനും ഉൾക്കൊള്ളാനുമൊക്കെയുള്ള നല്ല മനസ്സാണ് നമുക്ക് സ്വന്തമാവുക. അവിടത്തേക്കറിയാം നിൻ്റെ ജീവിതത്തിൽ എന്തോരെ നിനക്ക് സഹിക്കാനാവും. അതുകൊണ്ടാണല്ലോ പ്രവചന ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നത്, നിനക്ക് വഹിക്കാനാവാത്ത ചുമട് ഒരു നാളും നിൻ്റെ ചുമലിൽ അവൻ വെച്ച് തരില്ല. ഏത് പ്രാതുകൂല്യങ്ങളുടെ മുമ്പിലും ഉണർവോടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഈശോ നമ്മളെ ശക്തമാക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അവൻ അളന്നു തൂക്കി എൻ്റെ ചുമലിൽ വെച്ച് തരും എനിക്ക് വഹിക്കാവുന്ന ഭാരം. അതിൽ കൂടുതൽ അവൻ നമുക്ക് തരില്ല. പ്രിയപ്പെട്ടവരെ, ഇത് വിശ്വാസമാണ്. ചിലപ്പോൾ മരണങ്ങളുണ്ടാകാം, ചിലപ്പോൾ പരാജയങ്ങളുണ്ടാകാം, പരീക്ഷകൾ തോറ്റെന്ന് വരാം, സ്ഥലം വിൽപ്പന നടന്നില്ലെന്ന് വരാം, വീട് വയ്ക്കാൻ സാധിച്ചില്ലെന്ന് വരാം, വാടക കൂട്ടിയെന്ന് വരാം, കടബാധ്യതകൾ ഒന്നിനു പിറകെയോ മറ്റൊന്നായിട്ട് പെരുകിയെന്ന് പറയാം. എങ്കിലും അവിടെയെല്ലാം തൻ്റെ പദ്ധതിക്കനുസരിച്ച് നമ്മളെ രൂപപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് മറക്കാതിരിക്കാം. ആ ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തിൻ്റെ സ്വന്തമായി തീർന്ന് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈശോ നമ്മളെ വഴി നടത്താനായിട്ട്, ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് പൂർണ്ണമായിട്ട് നമ്മളെ അവൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. സഹന വഴികളെ പൂമാലകളാക്കി മാറ്റിയ വിശുദ്ധ എസ്തഫാനോസിൻ്റെയും കുരിശിലെ പാടുപീഡകൾ സഹിച്ച് പിടഞ്ഞു വീഴുമ്പോഴും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശുനാഥൻ്റെയും ഒക്കെ പുണ്യമാതൃക നമുക്കുണ്ടാകണം. സഭയുടെ അൽത്താരയിൽ വണങ്ങുന്ന അനേക വിശുദ്ധർ ഇങ്ങനെ സഹന വഴികളിലൂടെ മുന്നോട്ട് പോയവരാണ്. ആ ഒരു ചിന്ത നമുക്കുണ്ടാകുമ്പോഴാണ് സഹന വഴികളാണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് എന്ന് നമ്മൾ തിരിച്ചറിയും. പ്രാർത്ഥനയോടൊപ്പം ഈ പരിത്യാഗ പ്രവർത്തനങ്ങളിലൂടെ സഹന വഴികളിലൂടെ ഈശോയുടെ സ്വന്തമാകാനുള്ള ആഗ്രഹം ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. എല്ലാ കൃപകളും കൊണ്ട് നമ്മളെ നിറയ്ക്കുന്ന നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവെ, സഹന വഴികളിൽ പിടഞ്ഞു വീഴാതിരിക്കാൻ, സഹന വഴികളിൽ തളർന്നു വീഴാതിരിക്കാൻ എന്നെ അങ്ങയുടെ ചാര ചേർക്കണമേ എന്ന്, എൻ്റെ കരങ്ങൾക്ക് ബലം നൽകണമേ എന്ന്, എൻ്റെ പാദങ്ങളെ നേരെ വഴിയിലൂടെ നടത്തണമെന്ന്, നൊമ്പരങ്ങളും ഭാരങ്ങളും അത് നിൻ്റെ സന്നിധിയിൽ എത്രയോ ലഘുവാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, നീ വഹിച്ച കുരിശിനേക്കാളും ഭാരമൊന്നും ഇല്ലല്ലോ ഈശോയെ എൻ്റെ വേദനകൾക്ക് എന്ന തിരിച്ചറിവോടുകൂടി ആ ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി ഇനി കടന്നു വരാൻ ആഗ്രഹിക്കുന്ന വലിയ ആഴ്ചയുടെ പുണ്യങ്ങൾ ഏറ്റവും ഹൃദ്യമായിട്ട് നമുക്കെല്ലാവർക്കും പരസ്പരം നേടാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉദ്ധിതനായ തമ്പുരാനിലേക്കുള്ള യാത്ര സഹന വഴികളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായതുകൊണ്ട് സഹിക്കുന്ന തമ്പുരാനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ, കൃപ ചൊരിയട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.